അസ്സലാമലൈക്കും. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ചെങ്ങായിമാരോടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചെങ്ങായിമാരോടും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡിയാണോ? നമ്മൾ പറയാൻ റെഡിയാണ് കേട്ടോ. നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ ഇടാനൊക്കെ റെഡിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും തന്നെ ചെയ്യേണ്ടി. കമൻറ്റ് ഇപ്പോൾ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല, കുറേ അങ്ങോട്ട് എഴുതി ഉണ്ടാക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ പിന്നെ ഗതികേടില്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക, ലൈക്ക് ഇടാൻ പിന്നെ ആരും മറക്കരുത് കേട്ടോ. അത് എളുപ്പമല്ലേ, ആ ലൈക്കിൻ്റെ ചിഹ്നം തൊട്ട് കൊടുത്താൽ മതിയല്ലോ. അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് തൊട്ട് കൊടുക്കേണ്ടി. അപ്പം നമ്മൾ ഇന്ന് ഇതാക്കണ് ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. അപ്പോൾ അങ്ങനെ ഇതാക്കണ് ചായക്ക് വെള്ളം വെച്ചിക്കണ് കേട്ടോ. അപ്പോൾ ഞാൻ പയറൊക്കെ ഒന്ന് എടുത്ത് വെച്ചിക്കണേ. അത് നമുക്ക് നമ്മൾ അയലോക്കത്തെ കാക്ക തന്നീനിയാലോ പയർ, അതാണത്. അപ്പോൾ ഇന്ന് കടിയൊന്നും ഉണ്ടാക്കണില്ല. കടി ഇന്ന് പൊറാട്ട കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചിരിക്കണത് കേട്ടോ. അപ്പം മക്കളിങ്ങനെ പറഞ്ഞീനി ഉമ്മച്ചി പൊറാട്ട വാങ്ങി തരുമോ. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ, പൊറാട്ട തന്നെ ആയിക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് റെസ്റ്റാണ് കേട്ടോ, കടി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്താട്ടി വേഗം ആ പയറെടുത്ത് കണ്ടാണ് മുറിച്ചായത്. എന്നാൽ പിന്നെ പെട്ടെന്നുണ്ടല്ലോ. പിന്നെ നമ്മളെ ജിനുവിന് കടയിലേക്കും പോകാണ്ട്, ഓന് ചോറും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഈ പയറുണ്ട് ഉപ്പേരിയും വെക്കാം, ചോറും വെക്കണം, ചാറും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്താട്ടി ആ പയർ ആദ്യം മുറിച്ചിട്ട് കുറച്ച് കോഴി ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ, അതിട്ട് കണ്ടാണ് ചാറും വെക്കാം എന്നൊക്കെയാണ് കരുതിയിരിക്കണത്. എന്നാൽ പിന്നെ ഉച്ചക്കൊക്കെ ചാറുമായി, രാവിലേക്കൊക്കും ചാറായി, ഉച്ചക്കൊക്കും ചാറായി. വൈകുന്നേരം ഉണ്ടെങ്കിൽ വൈകുന്നേരത്തിനും ചാറാക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ താളിപ്പ് ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ കാട്ടാം. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല, അതൊന്നും ഇപ്പം നമുക്കൊരു വിഷയമല്ല കേട്ടോ. ചാറുണ്ടാക്കണമെന്നും ഒരു തക്കാളി ഉണ്ടെങ്കിൽ അതൊരു ഉള്ളിപ്പൊണി ഇട്ട് കണ്ടാണ്ട് താളിച്ച ചാറ് തന്നെ, അല്ലെങ്കിൽ രണ്ടല്ലി മുരിങ്ങൻ്റെ ഇല ഉടന്നാലോ അതും താളിപ്പ് ഉണ്ടാക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയാലും മതി. അതൊന്നും ഇപ്പോൾ വിസയല്ല ഒട്ടിക്കോളയും. അപ്പോൾ ഏതായാലും രാവിലെ ഉച്ചക്കും നമുക്ക് ആ കോഴി കൊണ്ടാണ് ചാറാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചപ്പം ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാക്കണ് പയർ ഞാൻ കുറച്ച് ബാക്കിയാക്കി വെച്ചിരിക്കണ്, ഒക്കെ പാടെ വെച്ചിക്കാണ്ട് ഒന്ന് പുയിങ്ങണ്ടല്ലോ വിചാരിച്ച് കുറച്ച് ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. നാളെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ തൊള്ളയും പള്ളിയൊക്കെ നാളെ ഉണ്ടാവും. അപ്പോൾ നാളെയും വെക്കാമെന്ന് വിചാരിച്ച്. പയറായാൽ മക്കൾക്ക് തീർപ്പതിയാണ്, അല്ലാത്തതൊന്നും പറ്റൂല കേട്ടോ. അതേമാതിരി ക്യാബേജും അതൊക്കെ ഓർക്ക് പറ്റുള്ളൂ, ഈ രണ്ട് ഉപ്പേരി. അപ്പോൾ ഞാൻ ചാറാക്കാൻ ചട്ടിയൊക്കെ തീമച്ചേക്ക് വല്ലുള്ളി ഇട്ട് കൊടുത്തേക്കണ്, വെളിച്ചെണ്ണ അറിഞ്ഞിട്ട് കേട്ടോ വല്ലുള്ളി ഇട്ട് കൊടുത്തത്. വാടിയപ്പം തക്കാളിയും കേങ്ങും ഇട്ട് കൊടുത്തേക്കണ്. ഇനി നല്ലോണം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് അതിക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൂടി വെച്ചാൽ എന്താണെന്നറിയോ, പെട്ടെന്ന് നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വാടിക്കിട്ടും. ഇന്ന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചീഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിങ്ങനെ ചതച്ച് കുറച്ച് തോനെ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ചതക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടെടുത്ത് പിന്നെ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തേക്കണം. അതൊക്കെ പൊടിയൊക്കെ വാട്ടി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയപ്പോൾ നമ്മളെ കോഴി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിനി അതൊന്ന് എടുത്തുകൊണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുത്തേക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ കുറച്ചുകൂടി വെള്ളമൊക്കെ പാർന്നിട്ട് നമുക്ക് ചാറാണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചാറൊക്കെ പാർന്നിക്കണേ. അപ്പോൾ ആ പൊറാട്ടയൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അങ്ങനെ എടുക്കുകയാണ്, ഓർക്കില്ലത് പോലെ തന്നെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊറാട്ടയ്ക്കുള്ള ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചാറ് വേണ്ടിയെടുക്കുക, അത് പാരും ചേച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ കോഴിച്ചാറാണെങ്കിൽ അതും പാരാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ മിന്നൂട്ടി അറിഞ്ഞിച്ച് ഹോട്ടലിൽ നിന്ന് പറഞ്ഞ ചാറ് മതിയായിരുന്നു, സനു അറിഞ്ഞിച്ച് കോഴിക്കറി മതി മാറിന്. അപ്പോൾ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ച്. അപ്പോൾ ഇതാക്കണ് കോഴിച്ചാറൊക്കെ ഇതാക്കണ് വെന്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓന് കൊടുക്കുകയാണ്. അപ്പോൾ ഓൻ പറഞ്ഞിച്ച് ഈ കോഴിച്ചാറ് മതിട്ടന്മാറിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഓനെ കോഴിച്ചാറ് പറഞ്ഞു കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ കൊടുത്ത് മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ തണിയും തീമട്ടിക്കണം. തിരിച്ചൊക്കെ നല്ലോണം കത്തിച്ച് കൊടുത്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കത്തിച്ച് കൊടുക്കില്ല നേരം വെളുക്കുമ്പോൾ. ഇപ്പോൾ അവന് പോകാനുണ്ടായതുകൊണ്ടേ ചോറ് കൊണ്ടുപോകണമല്ലോ. അങ്ങനെ അരിയൊക്കെ
അല്ല വെള്ളം തിളച്ചപ്പോൾ അരി കഴുകിയിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ചോറ് അവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ അതിന് ഇനി നമുക്ക് പയറൊക്കെ ഒന്ന് ഉപ്പേരി വെച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ അടിച്ചു വരണം, തുടക്കണം, പാത്രം മോറണം, അതൊക്കെ പണിയുണ്ട് കേട്ടോ. എന്താ മക്കളെ, ചോറും കൂട്ടാനും ആയി. പിന്നെ ഉണ്ടല്ലോ നമ്മളെ 10:30 മണിയായപ്പോഴത്തേന് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ 12 മണിയാവും പണിയൊക്കെ കഴിയണമെങ്കിൽ. ഇതിപ്പോൾ എന്താ അറിയില്ല, പെട്ടെന്ന് പണി കഴിഞ്ഞാൽ ചോറും കൂട്ടാനൊക്കെ നേരത്തെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു അടിച്ചോറിലും തുടക്കലാണ് എടുക്കുക. പിന്നെ എത്താപ്പം ഇങ്ങനെ നോക്കി നിന്നിട്ട് വിചാരിച്ച് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടാ. ഇതിപ്പോൾ എടുക്കാൻ നമ്മൾ തന്നെ എടുക്കണ്ട. അതിപ്പോൾ വേറൊരാൾ വന്നൊന്നും എടുക്കൂലല്ലോ. അപ്പോൾ നമ്മളെ പെരയിൽ ഒരാളെ കാത്തിക്കാനും പറ്റില്ല. അപ്പം ഞാൻ വേഗം എല്ലാം തണ്ട് അടിച്ചോരി തുടച്ച് പാത്രമൊക്കെ മോറിയിട്ട് ഒരു 10:30 മണിയാകുമ്പോൾ തന്നെ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കൂളിയും കൂടിയും കഴിഞ്ഞ് ചേച്ചി അതിശയായി. ഞാൻ അങ്ങനെ മനസ്സിൽ കരുതി, പഠിച്ചോനെ ഇന്ന് കണി കണ്ടവരെ നാളെയും കാണട്ടെ. ഇന്നലെ നമ്മൾ ഈ കണി കണ്ടവരുണ്ടല്ലോ നല്ല സ്പീഡിലേക്കാരും പണിയെടുക്കുക. അപ്പോൾ ഓല മാതിരിക്കന്നെ നമ്മളും പണിയെടുക്കുന്നതൊക്കെ പറയണ അങ്ങനെ കേൾക്കാം. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ച് പഠിച്ചോനെ ഇന്ന് കണി കണ്ടവരെ നമ്മൾ നാളെയും കാണട്ടെ, എന്നപ്പോൾ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാനീ. അതൊക്കെ ഓരോ പഴഞ്ചൊല്ലാണ് കേട്ടോ, പണ്ടിൻ്റെ ആൾക്കാർ പറയണതാണ്. അപ്പം നമ്മളൊന്ന് പറഞ്ഞു നോക്കിയെന്നുള്ളൂ. അപ്പം അങ്ങനെ ഇതാക്കണം. ചോറൊക്കെ വെന്ത് ഞാൻ വാർത്ത് വെച്ചിരിക്കണം കേട്ടോ. ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിക്കണേ. ആ വെള്ളം ഊറ്റാഞ്ഞാൽ ഒന്നായിട്ട് കജമക്കൂടിയാണ് ചിന്തും. അപ്പം ഞാൻ അങ്ങനെ ചോറൊക്കെ ഒന്ന് ആ കുക്കർമേലൊന്ന് വറുക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പയറൊന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം. അപ്പം അങ്ങനെ ഏതായാലും ചോറ് ഞാൻ അവിടെ കിടക്കട്ടെ. എന്നിട്ട് വെള്ളമൊക്കെ ചോർന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടുപ്പത്തൊന്ന് വെച്ച് വെള്ളം ഒന്ന് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞാനിതാക്കണേ നമ്മളെ പയർ വെക്കണമല്ലോ. അതിനുള്ളിയും കരിയപ്പും വാട്ടിക്കണേ, പയറും ഇട്ട് കൊടുത്തേക്കണേ. ഇനി വെള്ളമൊന്നും പാരാതെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം, പച്ചമുളകൊക്കെ അതും ഇട്ടുക്കണം കേട്ടോ. അങ്ങനെ കൂട്ടാനും റെഡിയായി. ഞാൻ ചോറ് പാത്രത്തിലാക്കി കൊടുക്കണം. ഞാൻ ഒരു പണിയുള്ളൂ, അല്ലാത്ത ഒരു പണിയില്ല കേട്ടോ. അപ്പം അങ്ങനെ പയറൊക്കെ വെന്തിക്കണേ. അപ്പം ഒന്ന് ചെറുതാക്കിയൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ, ഒരു 8 മിനിറ്റ്. അപ്പോൾ ഇതാക്കണേ ഓനെല്ലാം ചോറൊക്കെ ആക്കി കൊടുത്ത് ഓനെ നമ്മൾ പറഞ്ഞയച്ചിട്ടാണ്. പിന്നെ സാനുവിനും മിന്നുട്ടിക്കും സ്കൂളില്ലല്ലോ. പിന്നെ ഞാൻ അടുപ്പം വീതനയൊക്കെ ഒന്ന് തുടച്ചിട്ടു വൃത്തിയാക്കിയിട്ടു. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ചെറുതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിച്ചിന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഉണ്ട് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളിവിടെ വെച്ച് നിർത്തേണ്ടി വരും. അപ്പോൾ നിങ്ങളൊക്കെ സഹായിച്ച ഏതായാലും തുടങ്ങിയില്ലേ, കൂക്കി കുടുങ്ങി പറഞ്ഞാൽ മരിഞ്ഞാൽ പോട്ടെ, അല്ലാപ്പത്തെ കാട്ടിൽ